ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാബേജ് ചിക്കൻ തോരൻ്റെ റെസിപ്പിയാണ്. ക്യാബേജ് എടുത്തിട്ടുണ്ട്. ചിക്കൻ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്യുക. അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ചിക്കൻ മസാല ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഈ ഒരു രീതിക്ക് വേണം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരു സവാള ചോപ്പ് ചെയ്തത്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങ, ക്യാബേജ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു പാൻ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് എടുക്കുക. എണ്ണ ചൂടാകുമ്പോഴേക്കും കടുകിട്ട് പൊട്ടിക്കുക. അതിനുശേഷം കുറച്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, ഇഞ്ചി, പച്ചമുളക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് ചെറിയ രീതിയിലൊന്ന് മുരിഞ്ഞ് വരുമ്പോഴേക്കും ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന സവാളയും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക. സവാള ഒന്ന് വാടി വരുമ്പോഴേക്കും നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. സവാളയുടെ പച്ചമണം മാറിക്കഴിയുമ്പോഴേക്കും കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാലയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല, കുരുമുളകും പച്ചമുളകിൻ്റെയും എരിവാണ് ഇതിന് വരുന്നത്. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരുന്ന തേങ്ങയും ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഈ ഒരു രീതിക്ക് വേണം മിക്സ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ക്യാബേജാണ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാബേജ് അരിഞ്ഞതും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ചെറു തീയിലൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് നമ്മൾ മൂടി തുറന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്, ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു രീതിക്ക് വേണം നമ്മൾ ക്യാബേജ് തോരൻ റെഡിയാക്കാനായിട്ട്. നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.